അമീറുൽ ഇസ്ലാമിനെതിരെ ദൃക്സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുമടക്കം ഒരുപിടി തെളിവുകൾ പോലീസ് നിരത്തുമ്പോഴും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമാണ് സംഭവ ദിവസം വീട്ടിനുള്ളിൽ മറിഞ്ഞുകിടന്ന കുപ്പിയിൽ നിന്ന് ലഭിച്ച 2 വിരലടയാളങ്ങൾ. ഇത് പ്രതി അമീറിൻ്റെതോ ജിഷയുടേതോ അമ്മ രാജേശ്വരിയുടേതോ അല്ല. പിന്നെ ആരുടേതാണ് ഈ വിരൽപ്പാടുകൾ? ഇത് കണ്ടെത്താൻ ബംഗളൂരുവിലെ ആധാർ കേന്ദ്രത്തിലടക്കം പ്രത്യേക പോലീസ് സംഘം പോയെങ്കിലും പ്രയോജനമുണ്ടായില്ല. അതിനെപ്പറ്റി പോലീസ് വളരെ കൂലങ്കോഷമായി അന്വേഷിച്ചിരുന്നു. അതൊരു പഴകിയ വിരലടയാളം എന്നുള്ളത് നമുക്കത് മനസ്സിലായത്. വിരലടയാളങ്ങൾ പോലെ തന്നെ പോലീസിന് കണ്ടെത്താനാവാതെ പോയ മറ്റൊന്നാണ് ജിഷയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച ഒരു മുടിനാര്. 13 രോമങ്ങൾ ലഭിച്ചതിൽ 12 എണ്ണവും ജിഷയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. അവശേഷിച്ച 1 അമീറിൻ്റേതല്ല എന്നും ഉറപ്പിച്ചു. കൊലപാതകത്തിന് പിന്നിൽ അമീറുൽ ഇസ്ലാം മാത്രമാണെന്ന് പോലീസ് ഉറപ്പിക്കുമ്പോൾ വിരലടയാളങ്ങളും മുടിനാരും പിന്നെ ആരുടേതാണെന്ന ചോദ്യം കൂടുതൽ പ്രസക്തമാകുകയും ചെയ്യും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.